കൃഷ്ണൻ ഇവരുടെ പൊട്ടത്തരം പറയണം. ഇന്ന് എറണാകുളം സിറ്റിയിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടല്ല എന്തും നടക്കും. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇന്നലെ നമ്മുടെ കേരളത്തിൽ വലിയൊരു പാനൽ കാര്യങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രീ ഫയർ പ്ലെയറിൻ്റെ ഇന്ന്. അപ്പോൾ ആ പ്ലെയർ ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ് വെറും ഒരു പ്ലെയർ അല്ല, ബിഗസ്റ്റ് ഫ്രീ ഫയർ യൂട്യൂബർ കൂടിയാണ്. കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ ഹെഡ് ഷൂട്ട് അടിച്ചതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഞാൻ പ്രോ പ്ലെയർ ആയോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല ഫ്രണ്ട്സ്, ഞാനിവിടെ തല്ലിക്കൊല്ലുന്നത് ബോട്ടുകളിലെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതേ ഫ്രണ്ട്സ്, ഞാൻ പ്ലാറ്റിനം പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫുള്ള് ന്യൂബുകളാണ്. എന്നിട്ട് വരെ എനിക്ക് ബുയി അടിക്കാൻ പറ്റിയില്ല. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഗ്രാൻഡ് പ്ലേയേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് റീജിയനിലുള്ള പ്ലേയേഴ്സാണ് വരുന്നത്. നോക്കി കണ്ടൊക്കെ കളിക്കുള്ളൂ, മെല്ലെ കളിക്കുള്ളൂ എന്നാണ് പറയുന്നത്. എന്താണെന്നറിയില്ല. നല്ല ഹെഡ് ഷോട്ടുകൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പൊളിപ്പൻ പാനൽ ഇവിടെ നിന്നാണ് പൊക്കിയത്. ഹെഡ് അടിച്ചതിലാണ് 2 ചാട്ടത്തിൽ ഹെഡാണ് പൊട്ടിച്ചു. അതിലാണ് പാനലുകാരൊക്കെ പൊക്കിയത്. ഇതിൽ നല്ല സീനായിട്ടുണ്ട്. ഇത് ഇപ്പോൾ നരേന്ദ്രമോദിയൊക്കെ വിളിച്ചിട്ടുണ്ട്, ആകെ സീനാക്കിയിട്ടുണ്ട്. പ്രശ്നം രൂക്ഷമാവുകയാണ്. അപ്പോൾ ആരായാലും എന്തായാലും നമ്മളെയൊക്കെ ഇങ്ങനെ പറ്റിച്ചിട്ട് ഇവർ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ സീനാണ് ഗൈസ്. അപ്പം ഇതിൽ പാകിസ്ഥാൻകാർ ഇടപെടണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആകെ പ്രശ്നമാണ്. ഇനി ബാക്കി നിങ്ങളെന്നെ കേട്ടോ, ഇവിടെ എന്താ പറയുന്നത് വരുന്നത്. ബോട്ടിനെയാണ് ഞാൻ തല്ലിക്കൊന്നത് ഫ്രണ്ട്സ്. ഓക്കെ, ബോട്ടാണെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, നമ്മൾ ചത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു അടിച്ചിട്ട് ഫ്രണ്ട്സ് കണ്ടോ അവൻ. ഗൈസ്, Y444 തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. Y444 പലക വെച്ച് ഒറ്റയടി അടിച്ചു. പലകയിൽ ആണി ഉണ്ടായിരുന്നു, തലക്കെട്ടി. Y444 ചത്തുപോയി ഗൈസ്. ഒന്നും പറയാനില്ല. ഇപ്പം എന്താ ബാക്കിയും കൂടി നിങ്ങളെന്നെ കേട്ട് നോക്കൂ. നേരെ ഇറങ്ങി കണ്ട പാരഷൂട്ടൊക്കെയാണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഫീമെയിൽ ക്യാരക്ടർ ഇട്ട് കളിക്കണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ എപ്പോഴും മെയിൽ ക്യാരക്ടർ ഇടുക. കാരണം കെല്ലിക്ക് അത്ര കെല്ലി അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടറിനനുസരിച്ചുള്ള ഡ്രസ്സൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ബണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബണ്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എന്തോ ഒരു ഡൈനാമിക് ഡൂ വഴി നമുക്കൊരു ബണ്ടിൽ കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ബണ്ടിലല്ലേ. അപ്പോൾ ഇവരെ ഗരീന വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഗരീന ഒഫീഷ്യലായിട്ട് ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ ഇവർക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇട്ടിട്ട് ഒരു ഗെയിം പ്ലേ ഒന്നും അങ്ങനെ ഇടൂല. ഗരീന നിർബന്ധിച്ചത് കൊണ്ടാണ് ഇട്ടതെന്നാണ് പറഞ്ഞത്. ഒരു 5 ലക്ഷം റുപ്യയും കൊടുത്തിട്ടുണ്ട് ഒരു ഗെയിം പ്ലേക്ക് വേണ്ടിയിട്ട്. ആകെ പ്രശ്നമാണ്. നമ്മളൊക്കെ പാവങ്ങൾ. ഗരീനയും വിളിക്കില്ല, ആരും വിളിക്കില്ല. വരുന്നതല്ലോ, അതുകൊണ്ട് അവർക്ക് അങ്ങനെ. ഞാൻ ഇതുവരെ ആ പ്ലെയിനില്ലേ നമ്മൾ ഫസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സാധനം ഉണ്ടാവില്ലേ ഫ്രണ്ട്സ്, ആ സാധനം അതിൽ ഞാൻ അങ്ങനെ ആരും ഈ ഡ്രസ്സൊന്നും അങ്ങനത്തെ ബണ്ടിലോ അല്ലെങ്കിൽ നോർമൽ ഡ്രസ്സ് പോലെ ഇട്ടിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആരെ കയ്യിലും ഇല്ല ഇങ്ങനത്തെ ഒരു ബണ്ടിൽ. ആകെ സീനാണ്. ഇവർക്കും ത്രിക്കുണ്ടിയേഷനും മാത്രമേ ഈ ഒരു ബണ്ടിൽ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഗരീന ഒഫീഷ്യലായിട്ട് ഇവർക്ക് കൊടുത്തതാണ് ഗൈസ്. ആകെ സീനാണ്. എന്താ വെച്ചാൽ ചെയ്യുക. നിങ്ങൾ വിളിച്ചു നോക്കണം. ഞാൻ ഗരീനക്ക് അവന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹെഡ് ഷൂട്ട് വരാൻ പോണേ, നോക്കിക്കോട്ടെ. നമ്മുടെ ഹെഡ് ഷൂട്ടാണ്. അവിടെ അടുത്ത ലൂട്ടാണ്. നേരെ പോയി ഹെഡിലടിച്ച് കുമ്മനടിച്ച് അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇതാണ് ഞാൻ തമ്മിൽ വെച്ചിരിക്കുന്നത്, കാരണം ഹെഡ് ഷൂട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഹെഡ് ഷൂട്ട് അടിച്ചത് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് പാനൽ കാര്യങ്ങളൊക്കെ പിടിച്ചുള്ളത്. ഈ ഒരു ഹെഡ് ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യനെ തന്നെ ബാധിച്ചിട്ടുണ്ട് ഗൈസ്. ഇന്ത്യയിൽ ഏതൊക്കെ ഡാം കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ ഹെഡ് കാരണം. തുളഞ്ഞു എന്നാണ് കേട്ടത്, തുളഞ്ഞു കയറി. അമ്മര് സീനായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു പ്ലെയറിനെ പിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.